ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. അപ്പോൾ നമുക്ക് പത്തരമാറ്റ് സീരിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കാം. സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി നയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനെ അവിടെ എത്തിയിട്ട് ആകെ സങ്കടത്തോടു കൂടി ദേവയാനിയോട് പറയുകയാണ്, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെയാണ് അമ്മ വിമർശിച്ചത്. അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയോ? അപ്പോൾ ദേവയാനി പറഞ്ഞു, അവൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് എന്നെ അത് വേദനിപ്പിച്ചില്ല മോളെ. അപ്പോൾ നയന പറഞ്ഞു, പക്ഷേ എന്നെ അത് വേദനിപ്പിച്ചു. തെറ്റ് ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെയാണ് അമ്മയും അച്ഛനും വെറുക്കുന്നത്. ആ വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അമ്മയും അച്ഛനുമൊക്കെ ഓരോന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയും അച്ഛനും സത്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സങ്കടം തീരുമോ മോളെ? ആദർശ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കുറ്റക്കാരൻ ആരാണെന്ന് മോൾക്ക് പറയേണ്ടി വരില്ലേ? അതും അവരുടെ മരുമകനല്ലേ മോളെ? അപ്പോൾ നയന പറഞ്ഞു, അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ദേവയാനി പറയുകയാണ്, തൽക്കാലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകട്ടെ. ഒരു കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടത്. അവർക്കിടയിൽ സംശയങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ആരൊക്കെ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ബാധിക്കില്ല മോളെ. എൻ്റെ മോനെയും മരുമകളെയും കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. നിങ്ങൾ രണ്ടാളും അനന്തപുരി തറവാട്ടിൻ്റെ അന്തസ്സാണ്. അത് നിലനിർത്തുന്ന രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ നയന പറഞ്ഞു, എനിക്കും ആദർശേട്ടനും കുറച്ച് കോട്ടം തട്ടിയാലും ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും നല്ലതുപോലെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അമ്മേ. അതിനിടയിൽ എൻ്റെ അച്ഛനും അമ്മയും ആദർശേട്ടനെ തെറ്റിദ്ധാരണകൾ മൂലം സംശയിക്കുന്നതാണ് എൻ്റെ സങ്കടം. അതുമാത്രമല്ല, ഞങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് അവരെന്തെങ്കിലും മോശമായിട്ട് ആദർശേട്ടനോട് സംസാരിച്ച് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയാൽ അതെനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അമ്മേ. അപ്പോൾ ദേവയാനി പറഞ്ഞു, നമ്മുടെ വീട്ടിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് മനസ്സിലാക്കാതെ ജലജയും ജാനകിയുമൊക്കെ എന്തൊക്കെയാ മോളെ പറയുന്നത്? അതുമാത്രമാണോ? തെറ്റ് ചെയ്തവൻ പോലും ആദർശിനെ കുറ്റപ്പെടുത്തുകയല്ലേ? നവ്യയും ഒട്ടും മോശമല്ല കേട്ടോ ആ കാര്യത്തിൽ. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന മോൾക്ക് ഇവിടെയും അതുപോലെ ചെയ്തുകൂടെ? അപ്പോൾ നയന പറഞ്ഞു, നോക്കാം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ആദർശേട്ടനെ കൂടുതൽ പഴിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു പോകും. അങ്ങനെ രണ്ടുപേരും നിസ്സഹായ അവസ്ഥയിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. ജലജ തിരുമേനിയെടുത്ത് സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ തിരുമേനി വന്നപ്പോൾ മനസ്സിൽ പറയുകയാണ്, ഇയാൾ എന്ത് പൂജ ചെയ്തു കഴിഞ്ഞാലും എനിക്കത് ഫലിക്കുന്നില്ലല്ലോ. പൂർണ്ണമായും അങ്ങനെ പറഞ്ഞുകൂടാ, ഇപ്പോൾ ചില ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് തിരുമേനി പ്രസാദം കൊടുത്തത് വാങ്ങിക്കഴിച്ചു. എന്നിട്ട് തിരുമേനി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് വന്നാൽ പോരായിരുന്നു? അപ്പോൾ ജലജ പറഞ്ഞു, അവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത്. എന്നിട്ട് ജലജ 100 രൂപ എടുത്ത് താലത്തിൽ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പറഞ്ഞ് 100 അപ്പം തിരുമേനി പറഞ്ഞു, ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പോൾ ജലജ പറയുകയാണ്, അല്ല, സാധാരണ ഞാൻ 5ഉം 10ഉം ഒക്കെ ആണല്ലോ തരുന്നത്. ഇത് 100 പറയുകയായിരുന്നു. അപ്പോൾ തിരുമേനി ചോദിച്ചു, എന്താ ചില്ലറ വേണോ? അപ്പോൾ ജലജ പറയുകയാണ്, അയ്യോ വേണ്ട, അത് തിരുമേനിക്ക് തന്നെ ഉള്ളതാ. പിന്നെ തിരുമേനി, ഈ അമ്മായിയമ്മയും മരുമോളും ഒന്നിച്ചാണോ വന്നത്? എൻ്റെ ദേവയാനി ഏട്ടത്തിയും അവരുടെ മരുമകളും ഒരുമിച്ചാണോ വന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ തിരുമേനി പറഞ്ഞു, രണ്ടാളും രണ്ടായിട്ടാണ് വന്നത്. ആദ്യം അമ്മായിയമ്മ വന്നു, പിന്നെ മരുമോളും. അപ്പോൾ ജലജ ചോദിച്ചു, ആ സമയത്ത് നയനയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ, കനക? അപ്പോൾ തിരുമേനി പറഞ്ഞു, ആ സമയത്ത് ഇല്ലായിരുന്നു, പിന്നെയാ വന്നത്. അപ്പോൾ ജലജ ചോദിച്ചു, അല്ല, ഈ അമ്മായിയമ്മയും മരുമോളും ഇവിടെ ഒരുമിച്ച് വരാറുണ്ടോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇടയ്ക്കൊക്കെ വരാറുണ്ട്, അതിനെന്താ കുഴപ്പം? അവർ ഒരുമിച്ചല്ലേ വരേണ്ടത്. ഇപ്പോൾ തന്നെ മരുമകളുടെ പേരിൽ അമ്മായിയമ്മ അർച്ചന കഴിപ്പിച്ചായിരുന്നു. അപ്പോൾ ജലജ ഞെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അതായത് ദേവയാനി ഏട്ടത്തി നയനയുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചു എന്ന് അല്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അതെ. അപ്പം ജലജ ശരിക്കും ഞെട്ടി കേട്ടോ. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നയന മകയിരം എന്ന് തന്നെയാണോ പറഞ്ഞത്? അപ്പോൾ തിരുമേനി പറഞ്ഞു, അതെന്തൊരു ചോദ്യമാ, അർച്ചന പൂജിച്ചത് ഞാനല്ലേ, അപ്പോൾ അതിൽ എനിക്കെന്തെങ്കിലും സംശയം ഉണ്ടാകുമോ? അപ്പോൾ ജലജ ചോദിച്ചു, അപ്പം അമ്മായിയമ്മ മരുമകളുടെ പേരിൽ അർച്ചനയും വഴിപാടുമൊക്കെ കഴിപ്പിക്കുന്നുണ്ടല്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് നേരത്തെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ജലജ ചോദിക്കുകയാണേ, അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായോ? അത് കേട്ട് തിരുമേനി ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അതും ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച്? അപ്പോൾ ജലജ പറഞ്ഞു, അയ്യോ, ഇനിയൊന്നും ചോദിക്കുന്നില്ല, കിട്ടേണ്ടത് കിട്ടി. അത് കേട്ടതും തിരുമേനി അങ്ങ് പോയി കേട്ടോ. അപ്പം ജലജ ദൈവത്തിനോടായി പറയുകയാണ്, ഭഗവതി, നീ സത്യമുള്ളവളാണ് കേട്ടോ. എന്നും പറഞ്ഞ് ചന്ദനമൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമികയാണ് കേട്ടോ. അനാമികയുടെ അടുത്തേക്ക് ജലജ ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, പിടിച്ചു മോളെ പിടിച്ചു. അപ്പോൾ അനാമിക ചോദിച്ചു, എന്താ അപ്പച്ചി? അവളും അവളുടെ അമ്മായിയമ്മയും തമ്മിലേ അടുപ്പമുണ്ടെന്ന്. അമ്മായിയമ്മ മരുമകൾക്ക് വേണ്ടിയിട്ട് അർച്ചനയും വഴിപാടുമൊക്കെ നടത്തുന്നുണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ കണ്ണ് മൂടി കെട്ടുകയായിരുന്നു ഇതുവരെ. അത് കേട്ട് അനാമിക പറഞ്ഞു, കൊള്ളാമല്ലോ. അപ്പം ജലജ പറഞ്ഞു, ഹോ, ഒരു വീടിനകത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. എന്തായാലും ഇനി വിഡ്ഢികളാവാൻ പാടില്ല. അപ്പോൾ അനാമിക പറഞ്ഞു, അവളെന്നെ ഒരുപാട് കൊച്ചാക്കിയിട്ടാണ് പോയത്. അത് കേട്ട് ജലജ പറഞ്ഞു, ഇനിയിപ്പോഴേ കൊച്ചാക്കലിൻ്റെ ശക്തി കൂടും മോളെ. കാരണം അമ്മായിയമ്മ മരുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് ബലം കൂടില്ലേ. അതുകൊണ്ടാണ് ആദർശിനൊരു തെറ്റായ ബന്ധമുണ്ടെന്നറിഞ്ഞിട്ടും അവൾ പുറത്തത്. എന്നിട്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതുന്നതും അതുകൊണ്ടാ. അപ്പം അനാമിക പറഞ്ഞു, ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. ഏതായാലും മോള് കയറ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കേട്ടോ. മുത്തശ്ശനോട് പറയുകയാണ്, ഇടയ്ക്ക് അനിമോനെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ എന്താണ്, അവർ തമ്മിൽ അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ നിന്ന് കരയുകയാണ് ചെയ്യുന്നത്. കുടുംബജീവിതം താളം തെറ്റിയതുകൊണ്ട് അവൻ ഒന്നിലും ശ്രദ്ധിക്കാതെ നടക്കുകയാണ്. പിന്നെ ജയനോടും അജയനോടും ആദർശിനോടുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അവർ തമ്മിലുള്ള വഴക്ക് ബന്ധം പിരിയലിൽ എത്തിച്ചേരരുത് എന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ആദർശും നയനയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. നവ്യയെ ഇപ്പോൾ അഭി സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നമ്മളെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഇവിടെയുള്ളവർ പലതും ഉള്ളിലൊതുക്കി നടക്കുന്നത്. നമ്മുടെ കാലശേഷം ഈ തറവാട് നശിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തറവാട് ഭാഗം വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അന്ന് ആദർശ് അത് സമ്മതിച്ചതുമില്ല. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ആദർശും നയനയും ഉള്ളിടത്തോളം കാലം തറവാട് ഭാഗം വയ്ക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും നവ്യ അവിടെ എത്തി കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എന്താ മോളെ? അപ്പോൾ നവ്യ പറഞ്ഞു, എനിക്ക് മുത്തശ്ശനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, പറയൂ, പരാതി എന്തേലുമാണോ? അപ്പോൾ നവ്യ പറഞ്ഞു, പരാതിയൊന്നുമല്ല, അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് മുത്തശ്ശൻ മുന്നേ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരു കുഞ്ഞുമായി, അതിന് ഇതുവരെ ഒരു തീരുമാനവുമായില്ല. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ ആദർശല്ലേ മോളെ തീരുമാനിക്കുന്നത്? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുത്തശ്ശനല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയല്ല മോളെ, കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദർശ് തന്നെയാണ്. അപ്പോൾ നവ്യ പറഞ്ഞു, ആദർശേട്ടൻ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾക്കറിയുന്നില്ലേ? അതാദ്യം അറിഞ്ഞത് മുത്തശ്ശൻ തന്നെയാണ്. പക്ഷേ ഇന്ന് വരെ ആ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടുമില്ല. ഇപ്പം എന്നെയും കുഞ്ഞിനെയും ജീവനായി കരുതുന്ന അബിക്ക് ഒരു സ്ഥാനക്കയറ്റവും നൽകുന്നില്ല താനും. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ജീവിതം ഒരുപാട് കണ്ടവരാണ് ഞങ്ങൾ. ഈ വീട്ടിലെ ജയനും അജയനും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭാര്യമാരുമായിട്ട് പൊരുത്തപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ അവരുടെ ഇടയിലും ഉണ്ടാകാറുണ്ടായിരുന്നു. പിന്നെ ജലജയുടെ കാര്യം അറിയാലോ, അവർക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഭർത്താവ് അവൻ്റെ പാട്ടിന് പോയി. അതിനെല്ലാം ശേഷം എല്ലാവിധ പൊരുത്തങ്ങളുമുള്ള ദാമ്പത്യം കണ്ടത് ആദർശിലും നയനയിലുമാണ്. അപ്പോൾ നവ്യ പറഞ്ഞു, അത് ആദർശേട്ടൻ്റെ മിടുക്കല്ല മുത്തശ്ശ, എൻ്റെ നയനയുടെ മിടുക്കാണ്. അവൾ ചന്തുമോളെ വെച്ച് ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ശാന്തമായിട്ട് പോകുമായിരുന്നോ? അവളായതുകൊണ്ടാണ് ഈ വീട് വിട്ട് പോകാത്തത്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ്. കുടുംബത്തിലുള്ളവരെ എല്ലാം ഒത്തൊരുമിച്ച് പോകാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ നയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് ഒരു മധുരമുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നവ്യ പറഞ്ഞു, അങ്ങനെ പറയുകയാണെങ്കിൽ ആദർശേട്ടന് ചന്തുമോൾ സ്വന്തം കുഞ്ഞാണ്. പക്ഷേ നയനയ്ക്കത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോളിപ്പോൾ ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വേദനയാണ്. അപ്പോൾ നവ്യ പറഞ്ഞു, ഞാൻ പിന്നൊന്നും പറയുന്നില്ല. പക്വത എത്താത്ത അനിയെ 3 ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചു. എന്നിട്ടും ഒരു കുഞ്ഞൊക്കെയുള്ള അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും കൊടുത്തില്ല. അതാണ് എൻ്റെ പരാതി. ആദർശേട്ടൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അവൻ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നവനല്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് ഉടനെ എടുക്കാം. അതോർത്ത് മോൾ സങ്കടപ്പെടേണ്ട. അപ്പോൾ നവ്യ പറഞ്ഞു, നയന ആദർശേട്ടനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. എങ്കിലും അതോർത്ത് കരയുന്ന 2 പേര് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഗോവിന്ദനും കനകയും ഒക്കെ വിളിക്കുമ്പോൾ പരാതി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അപ്പോഴും നന്ദു അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് മോളെ. അപ്പോൾ നവ്യ പറഞ്ഞു, അവൾക്ക് ആദർശേട്ടനെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്നാണ് അവൾ പറയുന്നത്.
അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദുവിന് ഒരു SI ആകാനുള്ള യോഗ്യതയുണ്ടെന്ന്. അപ്പോൾ നവ്യ ചോദിച്ചു, അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആദർശേട്ടൻ്റെ ഭാഗത്ത് തെറ്റില്ലേ? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണ്ട, സ്വയം ഉത്തരം കണ്ടെത്തുന്നതാണ് നല്ലത്. നന്ദുമോൾ കണ്ടെത്തിയതുപോലെ. മോൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. മോൾക്കിപ്പോൾ വേണ്ടത് അബിക്കൊരു സ്ഥാനക്കയറ്റമാണ്, അത് പരിഗണിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നവ്യയ്ക്ക് സന്തോഷമായി കേട്ടോ. അപ്പം നവ്യ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ മുത്തശ്ശനോട് പറയുകയാണ്, അബിയുടെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാതെ അവനെ ഈ കുട്ടി ഒരുപാട് സ്നേഹിക്കുകയാണല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് നയനയും നവ്യയും ഈ വീട്ടിലേക്ക് കയറി വന്നത് തനിക്ക് ഓർമ്മയില്ലേ? അന്ന് കനകയ്ക്കും നവ്യയ്ക്കും അനന്തപുരി തറവാട്ടിൽ കയറി കൂടാൻ കഴിഞ്ഞതിൽ സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വഭാവത്തിൽ മാറ്റമുണ്ടെങ്കിലും അത്യാഗ്രഹമുള്ള മനസ്സാണ് നവ്യയുടേത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പയ്യനെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നയനയ്ക്ക് കോടികൾ വേണമെന്ന ആഗ്രഹമില്ല. പക്ഷേ സ്നേഹിക്കുന്നവരെ ജീവൻ കൊടുത്തും സഹായിക്കണമെന്നൊരു തോന്നൽ അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അതേ രീതിയിൽ ചിന്തിക്കുന്ന ആദർശിനെ അവൾക്ക് കിട്ടിയത്. അത് പൂർവികരുടെ പ്രാർത്ഥനയാണെന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് അത് സമ്മതിച്ചു. പിന്നെ കാണിക്കുന്ന നമ്മളുടെ ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ. അവരവിടെ എക്സസൈസൊക്കെ ചെയ്യുകയാണ്, നന്ദുവും നന്ദുവിൻ്റെ ഫ്രണ്ട്സുമൊക്കെ. അവർ ചെയ്ത് ആകെ തളർന്ന് കുഴഞ്ഞു കേട്ടോ. എന്നിട്ട് നന്ദു പറയുകയാണ്, ഇനി എനിക്ക് വയ്യടി, രാവിലെ മുതൽ ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നിട്ട് നന്ദു കുഴഞ്ഞു പോയി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദുഷ്ടനായ ട്രെയിനർ അവിടെ എത്തി. അയാൾ നന്ദുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ വിശ്രമിക്കുകയാണോ? അത് കേട്ടോ നന്ദു അവിടെ നിന്ന് എണീറ്റു. സാർ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നോ അതൊന്നും പോരാ, ഇന്ന് ഗ്രൗണ്ടിന് പുറത്തോട്ട് പോകണം നടക്കാൻ. അപ്പോൾ നന്ദു പറഞ്ഞു, എനിക്ക് തീരെ വയ്യ സാർ. അപ്പോൾ അയാൾ പറയുകയാണ്, നിനക്കാണോ വയ്യാത്തത്? കഴിഞ്ഞ ദിവസം തടിമാടനായ ഒരുത്തനെ അടിച്ച് മലർത്തിയവളല്ലേ നീ? അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് കൂടുതൽ സമയം എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, ഈ ക്യാമ്പിൽ വരുന്ന എല്ലാവരും ഒന്നുപോലെ അല്ലേ സാർ? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരിക്കലുമല്ല, നീ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണ്. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നീ ഒരു ഗുണ്ടയാണ്. അപ്പോൾ നന്ദു പറഞ്ഞു, ഒരിക്കലുമല്ല സാർ. അപ്പം അയാൾ പറയുകയാണ്, നിൻ്റെ കയ്യിൽ നല്ല തഴമ്പുണ്ടല്ലോ, കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നറിയാം. അതും പറഞ്ഞ് നീ ഗുണ്ടായിസം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ നന്ദു പറഞ്ഞു, അനാവശ്യമായിട്ട് ഞാൻ ആരുടെയും ദേഹത്ത് കൈ വെക്കാറില്ല സാർ. അപ്പോൾ അയാൾ ചോദിച്ചു, അപ്പോൾ ആവശ്യത്തിന് വെക്കുമല്ലേ? എന്നിട്ട് അയാൾ മനസ്സിൽ പറയുകയാണ്, ഇനി നീ ഒന്നും പറയണ്ടടി, നീ തല്ലിയതിൻ്റെ വേദന എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അതിനു പകരം നിൻ്റെ SI മോഹം ഞാൻ തല്ലിക്കെടുത്തുമടി. പിന്നെ അയാൾ എല്ലാവരുടെ പറയുന്നുണ്ട്, അപ്പോഴേ ഇനി നമുക്കൊരു 4-5 കിലോമീറ്റർ നടക്കണം. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്താൽ മതി. സർവീസിൽ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ വെയിലത്ത് നിൽക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ നല്ല പ്രായമല്ലേ, അതുകൊണ്ട് നിങ്ങൾ മടി കാണിക്കരുത്. കമോൺ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. അയാളുടെ പിറകെ മറ്റുള്ളവർ പോകുന്നുണ്ട്. അപ്പം നന്ദുവിൻ്റെ ഫ്രണ്ട് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണേ, 4-5 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ തിരിച്ചും കൂടെ ആവുമ്പോൾ മൊത്തം 10 കിലോമീറ്റർ ആവും. അത്രയും നടക്കാൻ നിനക്ക് പറ്റുമോടി? അപ്പം നന്ദു പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അയാളെ തല്ലിയത് ഞാനാണെന്ന് അയാൾ ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെ ദേഷ്യം അയാൾ തീർക്കും. പക്ഷേ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ അന്ന് അയാളുടെ അവസാനമായിരിക്കും. ആ രീതിയിൽ പണി കൊടുക്കാനൊക്കെ എനിക്കറിയാം. പിന്നെ കാണിക്കുന്ന അവരിങ്ങനെ ഓടുന്നതാണ് കേട്ടോ. നന്ദുവിനാണെങ്കിൽ തീരെ വയ്യ. എന്നിട്ട് തുഷാരയോട് പറയുകയാണ്, എനിക്കൊട്ടും പറ്റുന്നില്ല, എനിക്കൊന്ന് ഇരിക്കണമെന്നുണ്ട്. അപ്പം തുഷാര പറഞ്ഞു, ഇരുന്ന് കഴിഞ്ഞാൽ ആ കാലമാടനാകെ സീനാക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഒട്ടും സഹിക്കാൻ പറ്റാതെ നന്ദു അങ്ങ് വഴിയരികിൽ ഇരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴുണ്ട് ഒരു ബൈക്കിൽ നമ്മുടെ അനി അവിടെ എത്തുകയാണ്. നന്ദുവിനെ കണ്ട് അനി അങ്ങ് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം നന്ദു അത് കണ്ട് ഞെട്ടി. എന്നിട്ട് ദേഷ്യപ്പെട്ട് അനിയുടെ അടുത്തോട്ട് വരികയാണേ. അനി നീ എന്താ ഇവിടെ, ഒന്ന് പോയേ. അപ്പം അനി ചോദിച്ചു, നന്ദു നീ എന്താ ഇങ്ങനെ നല്ല ടയേർഡാണല്ലോ. അപ്പോൾ നന്ദു പറഞ്ഞു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, എന്നെ ദ്രോഹിക്കാനായിട്ട്? അപ്പോഴേക്കും നമ്മളുടെ ട്രെയിനർ കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പം നന്ദുവിനെ കണ്ടു. നന്ദു അനിയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേ തന്നെ വിസിലടിച്ച് അവിടെ അങ്ങ് നിന്ന് എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് നടന്നു. അപ്പം അടുത്ത് വന്നിട്ട് അയാൾ ചോദിച്ചു, ആരാ ഇവൻ? നന്ദു പറഞ്ഞു, അത് പിന്നെ എൻ്റെ റിലേറ്റീവാണ്. അപ്പം അയാൾ പറഞ്ഞു, ട്രെയിനിങ് സമയത്ത് തിരിഞ്ഞു നിന്ന് വഴിപോക്കനോട് ലോഹ്യം പറയുകയാണ് അല്ലേ? അപ്പോൾ നന്ദു പറഞ്ഞു, എനിക്ക് വയ്യ സാർ, ഞാൻ തളർന്നിട്ട് ഇരുന്നു പോയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ തളർച്ചയുള്ളവർക്ക് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കാം. ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. നിൻ്റെ കാര്യത്തിൽ നീ തന്നെ ഒരു തീരുമാനമുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അനി പറഞ്ഞു, സാറേ അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാൽ പിന്നെ നീ ഇവളെ കൊണ്ടുപോയി ക്ഷീണമൊക്കെ മാറ്റ്. എന്നിട്ട് അയാൾ മനസ്സിൽ പറയുകയാണ്, വേണു പറഞ്ഞ ആ തലതെറിച്ച പയ്യൻ ഇനി ഇവനാണോ?
എന്നിട്ട് അനിയടുത്ത് ചോദിച്ചു, എന്താടാ നിൻ്റെ പേര്? അപ്പോൾ അനി പറഞ്ഞു, അനി. അപ്പം അയാൾ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം ക്ഷീണമൊക്കെ മാറിക്കാണുമല്ലോ, വാ വരാൻ. അങ്ങനെ നന്ദു അയാളുടെ കൂടെ പോയി വീണ്ടും ഓടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അനി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, അവൾക്കിവിടെ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ തുഷാര നന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചു, അനിയാണല്ലേ? അപ്പോൾ നന്ദു പറഞ്ഞു, അതെ, ഫോട്ടോ കണ്ടതുകൊണ്ട് ആളിനെ മനസ്സിലായി. അങ്ങനെ നന്ദു ഓടുകയാണ് കേട്ടോ. ഓടുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞ് അനിയെയും നോക്കി ആണ് ഓടുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അങ്ങനെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.